നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇബ്രാഹിം കുഞ്ഞ് മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. അല്പം മുമ്പാണ് അന്തരിച്ചത്. അതേപോലെ ഈ പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായത്. അദ്ദേഹം 2004 പിന്നെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആദ്യ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പി കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച സമയത്ത് അന്ന് ഐസ്ക്രീം പാർലർ സഭ അന്ന് ഒരു ഹ്രസ്വകാല ഒരു വർഷത്തോളം അദ്ദേഹം പിന്നെ ഇത്തവണയാണ് ആദ്യമാവുന്നത്. പിന്നെ കഴിഞ്ഞ തവണ ആണ് ഫുൾ മന്ത്രിയായിട്ടുള്ളൂ. പക്ഷെ അന്ന് ഒരുപാട് പേര് ദോഷം കേൾപ്പിച്ചു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട്. എനിക്ക് മനസ്സിലാകാതെ പോയൊരു കാര്യം, അദ്ദേഹം മകന് സീറ്റ് കൊടുത്തു കഴിഞ്ഞ പ്രാവശ്യം. അത് ലീഗൊന്നും അങ്ങനെ ചെയ്യുന്നതല്ല, പൊതുവെ സാധാരണ അങ്ങനെ ചെയ്യുന്നതല്ല. അതുകൊണ്ട് ആ സീറ്റ് പോയി. മാത്രമല്ല ഇപ്പോൾ രാജ്യസഭ അംഗമായിരിക്കുന്ന ഹാരിസ് ബീരാൻ അദ്ദേഹത്തിന്റെ ചേട്ടന്റെ മകനാണ്, സഹോദരന്റെ മകനാണ്. ശരി, അഡ്വക്കേറ്റ് വി കെ ബീരാനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മകനാണ് ഹാരിസ് ബീരാൻ. ഈ ഹാരിസ് ബീരാനാണ് നമുക്കെതിരെ ഡൽഹിയിലെ പല കേസുകളിലെയും വക്കീല്. അങ്ങനെ ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ ഗെയിമാണല്ലോ. ഞാൻ പറഞ്ഞ ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം തന്നെ ഇതെല്ലാം ഒരു എന്താ പറയുക, നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഈ കൂട്ടുകെട്ടുകൾ, ഇവരെ ബന്ധങ്ങൾ അതിദുരൂഹമാണ്, വളരെ വിചിത്രമാണ്. അല്ലാതെ നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്ക്. എന്നിട്ട് ഇവര് എന്താണ് ഇവരുടെയൊക്കെ മാനദണ്ഡം നമുക്കറിയത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ജനങ്ങളുടെ ഉദാഹരണത്തിന് ഇന്നിപ്പം രാഹുൽ ഈശ്വർ കേട്ടായിരുന്നു. രാഹുൽ ഈശ്വർ പറഞ്ഞ കേട്ടോ, അദ്ദേഹം മത്സരിക്കാൻ തയ്യാറെടുക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെ. കാരണം ഏതോ പാർട്ടിക്കാരെ സമീപിച്ചു. രാഹുൽ ഈശ്വറിന്റെ ക്യാരക്ടർ അനുസരിച്ച് രാഹുൽ ഈശ്വർ മത്സരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. അതിൽ അത്ഭുതമൊന്നുമില്ല. രാഹുൽ ഈശ്വറിന് അത്ര ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ രാഹുൽ ഈശ്വറിനോട് പ്രധാനപ്പെട്ട പാർട്ടി ചെങ്ങന്നൂരോ തിരുവല്ലയോ കൊട്ടാരക്കരയോ മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. പാർട്ടിയുടെ പേര് രാഹുൽ ഈശ്വർ പറഞ്ഞില്ല. പക്ഷേ രാഹുൽ ഈശ്വർ പറഞ്ഞു തനിക്ക് ആഗ്രഹം, രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, തനിക്ക് ആഗ്രഹം UDF അധികാരത്തിൽ വരണമെന്നാണ്. രണ്ട്, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം വേണമെന്ന്. ഗാന്ധിയൻ മാർഗത്തിൽ. അതിൽ നിന്ന് രാഹുൽ പറഞ്ഞ എന്താണ്, രാഹുലിനോട് മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചത് UDF ആണെന്നുള്ള വ്യക്തമാണത്. ചിലപ്പോഴും അങ്ങനെയാണല്ലോ, രാഹുൽ എപ്പോഴും ഇങ്ങനെ പറയാതെ പറയുന്ന ഒരാളാണ്. അപ്പം UDF രാഹുൽ ഈശ്വരോട് ചോദിക്കുകയാണ് മത്സരിക്കുന്നോ എന്ന് ചോദിച്ചു. രാഹുൽ പറയുന്നു. അവിടെയുള്ളൊരു കുഴപ്പം ഞാൻ പറഞ്ഞത് എന്താണ് മാനദണ്ഡം, മുമ്പ് ഞാൻ സൂചിപ്പിച്ച മാനദണ്ഡം ഇതൊരു കുഴപ്പം പിടിച്ച കാര്യം. എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കൊണ്ട് ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവരുന്ന മത്സരിപ്പിക്കുന്നത്. പക്ഷേ മറുനാടൻ്റെ നമ്മളോട് ഈ കോൺഗ്രസ് നേതാക്കന്മാർക്കെല്ലാം സൗഹൃദമുണ്ട്. പക്ഷേ ഇവരാരും പരസ്യമായി നമ്മളോട് സൗഹൃദം സമ്മതിക്കാൻ തയ്യാറല്ല. അതിൻ്റെ കാരണം എന്താണ്, ഇവർക്ക് നന്നായി അറിയാം നമുക്ക് ഈ സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടെന്ന്. പക്ഷേ ഇവർക്ക് മുസ്ലിം തീവ്രവാദികൾ, ആ തീവ്രവാദികൾ എന്ന് വാക്കിപ്പം സൂക്ഷിക്കണം, ഫണ്ടമെന്റലിസ്റ്റ് മുസ്ലിം മൗലികവാദികൾ അവരെ ഭയമായതുകൊണ്ട് പരസ്യമായി എൻഡോഴ്സ് ചെയ്യാൻ പേടിയാണ്. അന്നിപ്പോൾ സുധാകരനായിരുന്നു KPCC പ്രസിഡന്റ് കൊണ്ട് മാത്രമാണ് കോൺഗ്രസിന് പിന്തുണ കിട്ടിയത്. VD സതീശൻ പോലും വളരെ സൂക്ഷിച്ചാണ് നമ്മളോട് സംസാരിച്ചതും കൈകാര്യം ചെയ്തതും. ചെന്നിത്തല അന്ന് തുറന്നു പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്, ഇവർ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പൊതുബോധമുണ്ട്. ആ പൊതുബോധം എന്ന് പറയുന്നത് നിങ്ങൾ മറുനാടൻ മുസ്ലിം വിരുദ്ധമാണ്. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിലൊക്കെ കാണുന്നത് എവിടെയാണ് നമ്മൾ മുസ്ലിം വിരുദ്ധത പറഞ്ഞിട്ടുള്ളത്, എവിടെയാണ് നമ്മൾ വിഭാഗീയത പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇന്നലെ നമ്മൾ അവിടെ ആ ക്രിസ്മസ് ഡിന്നറിൻ്റെ ഫോട്ടോ എടുപ്പോൾ എൻ്റെ അടിയിലും ഹെയ്റ്റ് ഫാക്ടറി, യഥാർത്ഥത്തിൽ ഹെയ്റ്റ് വിൽക്കുകയും ഹെയ്റ്റ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരിവിടെ ഉണ്ട്. ഹെയ്റ്റ് കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. എന്തിനേറെ വെള്ളാപ്പള്ളി നടേശൻ പോലെ ഹെയ്റ്റ് കൊണ്ട് ജീവിക്കുന്നവരാണ് ഇവിടെ പലരും, അതെ, പല ചാനലുകളും അതെ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇൻഫ്ലുവൻസ് ഇവരിൽ പലരെയും ഭയപ്പെടുന്നുണ്ട്. ആരെ ഭയപ്പെടുത്തുന്നു, നമ്മളൊരു വിഷയത്തിൽ സ്റ്റാൻഡ് എടുക്കുമ്പോൾ അതിൽ അഫക്റ്റ് ആവുന്നവർ. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ആരാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകളാണ്. എന്ന് വെച്ചാൽ മീഡിയ വണ്ണിൻ്റെ ആളുകളാണ്, എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആളുകളാണ്, എന്ന് വെച്ചാൽ വെൽഫെയർ പാർട്ടിയുടെ ആളുകളാണ്, എന്ന് വെച്ചാൽ SDP ആളുകളാണ്, എന്ന് വെച്ചാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളാണ്, എന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ ആൾ മാത്രം, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആൾ. ശ്രദ്ധിക്കേണ്ടത് അവരുടെ പിന്തുണ ഇവർക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ രാഹുൽ ഈശ്വർ പറഞ്ഞു വന്നതാണ്. രാഹുൽ ഈശ്വർ വളരെ തരാതരം രാഷ്ട്രീയം പറയുന്ന ആളാണ്. രാഹുൽ ഈശ്വർ ആരെ പ്രതിനിധീകരിക്കുന്നു നമുക്ക് ഇനിയും വ്യക്തമേ അല്ല. രാഹുൽ ഈശ്വറിനെ നമ്മൾ ആദ്യം കണ്ടത് ഈ ചാനൽ ചർച്ചകളിലൂടെയാണ്. അന്നൊരു തീവ്ര സംഘി ലൈനായിരുന്നു, നമ്മളൊരു കടുത്ത ശബരിമല പ്രക്ഷോഭമായി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ലെവലിലേക്ക് എത്തി. അല്ലാതെ തന്നെ പുള്ളി ഒരു സംഘിലായിരുന്നു. വെച്ചോണ്ട് വരുന്നു. അത് കഴിഞ്ഞ് പുള്ളി പെട്ടെന്ന്
ഇടതുമുന്നണിയുടെ ഭരണകാലത്ത് തന്നെ പുള്ളി ഈ യുവജന കമ്മീഷൻ്റെ എന്തോ പ്രസംഗമൊക്കെ തന്നെ ആവുന്നുണ്ട്. പിന്നെ പുള്ളി സൗദി അറേബ്യയിലും UAE ഒക്കെ സ്ഥിരം ക്ലാസ് പ്രസംഗിക്കാൻ പോകുന്ന ആളായി മാറുന്നുണ്ട്. അതേ പുള്ളി തന്നെ ഇസ്രായേലിൽ പോകുന്ന തരത്തിൽ ആളാവുന്നുണ്ട്. അപ്പോൾ എല്ലാ കോണുകളിലും പുള്ളിക്ക് അവിടെ പുള്ളി സംഘപരിവാറുകാരുടെ എതിരാളിയായി മാറുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഹാദിയ കേസിലാണ്. ഹാദിയ കേസിൽ പുള്ളി വളരെ ശക്തമായി നിന്നിരുന്നു. അല്ല, ഹാദിയ കേസിൽ എങ്ങനെ നിന്നിരുന്നു? മറ്റവർക്ക് വേണ്ടി, ഹാദിയയുടെ മാറ്റിയ ആൾക്ക് വേണ്ടി. അതായത് ഈ ഹാദിയെ മറ്റേ അയാളുടെ പേര് ഞാൻ മറന്നുപോയി. അതെ, ഇതിങ്ങനെ ഈ ഒരു അശോകനെതിരെ, അതെ, ഹാദിയയുടെ അപ്പനെതിരെ, കുടുംബത്തിനെതിരെ. ഹാദിയയുടെ പേര് ഞാൻ മറന്നുപോയി, പേര് ഞാൻ മറന്നു. അപ്പം അവിടെ ഇയാൾ വഞ്ചന നടത്തി എന്ന തരത്തിലുള്ള ഒരു പ്രചരണം സംഘം ഇപ്പം കൃഷ്ണരാജ് വക്കീലൊക്കെയാണ് അയാൾക്കെതിരെ രംഗത്ത്. അതെ, അങ്ങനെ ഒരു നിലപാടിൻ്റെ കാര്യത്തിൽ പുള്ളിക്ക് എന്തോ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് സംശയിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ അപ്പോഴും പുള്ളി ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ബഹുജന പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടി പുള്ളിയുടെ ഒരു നീച്ച് ഏരിയ എന്ന് പറയുന്നത് അതാണ് മേധാവിത്വമാണല്ലോ, പുരുഷ മേധാവിത്വം, പുരുഷന്മാർക്ക് ഒരു അംഗീകാരം വേണം. അത് പറയുമ്പോഴും പുള്ളി ഈ പറയുന്ന ഒരു ഇസ്ലാമിക് പൊളിറ്റിക്സിനെ വളരെ സോഫ്റ്റായിട്ട് സംരക്ഷിച്ചു പോന്നു. ആണല്ലോ, അങ്ങനെയാണല്ലോ. അത് പുള്ളി ഹിന്ദു പുള്ളിയുടെ ഹൈന്ദവാധിഷ്ഠിതമാണ് പുള്ളിയുടെ ചർച്ചകളും ചെയ്തു. പക്ഷേ ഇസ്ലാമിക് പൊളിറ്റിക്സിനെ പുള്ളി അവരുടെ നിലപാടുള്ള മറ്റൊരു രീതിയിൽ പുള്ളി ഇങ്ങോട്ട് അവതരിപ്പിച്ചു. അതാണ് പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന സ്വീകാര്യത. അതുകൊണ്ടാണ് പുള്ളിയോട് കോൺഗ്രസ്സുകാരെ നീ മത്സരിക്കുന്നു എന്ന് ചോദിച്ചത്. കാരണം പുള്ളി മത്സരിച്ചാൽ ഈ മുസ്ലിം ഫോഴ്സ്, ഞാൻ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകൾ എതിർക്കില്ല. അപ്പം ആലോചിച്ച് നോക്കിയാൽ എത്ര ശക്തമായ തരത്തിലാണ് ഇവിടെ ഈ ഞാൻ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സ്വാധീനം എന്ന് ആലോചിച്ചു. വിദ്യാഭ്യാസം വേറുള്ള ആൾക്കിടയിലേക്കാണ് കടന്നില്ലെന്നാണ്. ഇതിനകത്ത് നമ്മളല്ലാത്തുള്ള പൊതുബോധത്തിൽ ചിന്തിച്ച് നോക്കിയാൽ, നമ്മൾ പൊതുബോധം എടുത്ത് ഉപയോഗിക്കുക. നമ്മുടെ പൊതുബോധം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീ വിരുദ്ധൻ എന്ന നിലയിലാണ് പുള്ളിയുടെ ഇമേജ്. ആണല്ലോ നിരന്തരമായി പുള്ളി ആ കേസിൽ വരപ്പെട്ടില്ല. സ്ത്രീ വിരുദ്ധനാണ് പുള്ളി. ഏത് വിഷയം വന്നാലും അതിജീവിതയെ അപമാനിക്കുന്നു എന്ന പരാതി മാത്രമല്ല എപ്പോഴും പുള്ളി ഇപ്പുറത്തെ ഭാഗത്ത് നിൽക്കുന്നു എന്ത് വിഷയത്തിലും. അതിപ്പം ദിലീപിൻ്റെ കാര്യത്തിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പുള്ളിയുടെ ഒരു അതിതീവ്ര നിലപാടാണ് സ്ത്രീ വിരുദ്ധ വിഷയം. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ വന്ന ആളും അത്തരം ആൾക്കാരാണ് ഈ പറയുന്ന ആൾക്കാരാണ്. ഒരു വട്ടിയൂർക്കാവ് ശശികുമാർ, അജിത് കുമാർ മുടി വളർത്തിയവരാണ്. അങ്ങനെ മുടി വളർത്തിയ ആൾ, ഈ ടൈപ്പുകൾ ആളുകളെല്ലാം കൂടി സ്വയം പരിഹാസ്യരാകുന്നൊരു നിലപാടെടുത്തിട്ടും കടുത്ത സ്ത്രീവിരുദ്ധ നിലപാടെടുത്തിട്ടും UDFകാർ അയാളെ മത്സരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ ഇസ്ലാമിക് എലമെന്റ് നമ്മുടെ രാഷ്ട്രീയത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു ചോദിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അറിയില്ല, അയാൾ പറഞ്ഞാണോ, അയാൾക്ക് ആഗ്രഹം ഉണ്ടോന്ന് പറയുന്നുണ്ട്. രസകരമായ ഈ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇവിടെ ഇപ്പോൾ നമുക്ക് നമുക്ക് ആളുകൾ വിളിക്കാൻ വെച്ചിട്ടുള്ള ഫോണിൽ വിളിക്കുന്ന അത്രയും കോൺഗ്രസ്സുകാരാണ്. പലരും വിളിച്ചിട്ട് നമ്മൾ പേര് പോലും കേട്ടില്ലാത്ത ആളുകൾ പറയുന്നു എനിക്ക് സീറ്റ് തരുന്നില്ല. അത് എൻ്റെ സമുദായം, ഒരാൾ വിളിച്ചോ ഇന്ന് അല്പം നമ്മൾ ചർച്ച കാണാൻ വിളിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് എൻ്റെ സമുദായം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ എന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളത്. പക്ഷേ ആക്കിയില്ല എന്നാണ് കോൺഗ്രസ് പാർട്ടിയിലെ ഒരു നേതാവ് ഒരാൾ പറയാണ്, എൻ്റെ സമുദായ സംഘടനയുടെ നേതാക്കൾ എഴുതി കൊടുത്തത് എൻ്റെ പേരെന്നാണ്. ഈ സെലിബ്രിറ്റികൾ അടക്കം അറിയപ്പെടുന്ന നേതാക്കളടക്കം അനേകം പേർ എന്നെ ഈ ദിവസങ്ങൾ വിളിച്ചിട്ടും എന്നോട് പറയുന്നത് എൻ്റെ പേര് പറയണം, ഇന്ന മണ്ഡലത്തിൽ എൻ്റെ പേര് പറയണം. നിങ്ങൾ പറഞ്ഞൊരു പോയിന്റ് പ്രധാനം, ഇത് ആരതൊരു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ. BJPയോ CPM BJPന്നോ CPMന്നോ BJPന്നോ ഒന്നോ രണ്ടോ പേർ, ഞാൻ തീർത്തും ഞാൻ പറയുന്നില്ല BJPയിൽ നിന്നില്ല എന്ന്, ഒന്നോ രണ്ടോ പേർ നമ്മളുടെ അഭിപ്രായം ചോദിക്കുകയും അപ്പോൾ അവരോട് ഞാൻ പറയും നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ദയവായി എന്നെ സ്ഥാനാർത്ഥിയാക്കണം അവിടെ ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള സ്ഥാനാർത്ഥിത്വം പോകത്തുള്ളൂ. എന്നെ ഒരു 2 പേര് വിളിച്ചിട്ട് അവർക്ക് സീറ്റ് സാധ്യതയുള്ളവരാണ്. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഈ ഇന്ന മണ്ഡലത്തിൽ സാധ്യതയുണ്ട്, സാധ്യത മാത്രമാണ്. പക്ഷെ നിങ്ങൾ എനിക്കത് വേണം എന്ന് പറഞ്ഞ് നടക്കുകയും അത് മാത്രമേ എനിക്ക് മതി എന്ന് പറയുകയൊക്കെ ചെയ്താൽ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ BJP നിങ്ങൾക്ക് സീറ്റ് തരത്തില്ല. BJPക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയാമെന്ന് വെച്ചു, എനിക്ക് ഈ മണ്ഡലം വേണമെന്ന് പറഞ്ഞാൽ അപ്പോഴും ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് പോയി വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കില്ല. കാരണം കഴക്കൂട്ടത്ത് മുരളീധരൻ വെച്ചിരിക്കുന്ന സീറ്റാണ്. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ചോദിച്ചാൽ കിട്ടില്ല, അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇടിവിച്ചു. അപ്പം അതേസമയം തൃശ്ശൂരിൽ ഏതെങ്കിലും സീറ്റ് ചോദിച്ചാലോ
ആലപ്പുഴയിൽ സീറ്റ് ചോദിച്ചാലോ രണ്ടിടത്തോളം ശക്തി തെളിയിച്ചതാണ് ശക്തി തെളിയിച്ചതായതുകൊണ്ട് അവർക്ക് സീറ്റ് കിട്ടി തരാം. ഈവൻ ആറ്റിങ്ങലോ എന്താണ് ചാത്തന്നൂരോ കൊല്ലത്ത് ചോദിച്ചാലോ കിട്ടാം. അതേസമയം മറ്റ് നേതാക്കൾ ആരെങ്കിലും ഇപ്പം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ ഒരാളാണ് അനൂപ് ആന്റണി തിരുവല്ലക്കാരൻ. അനൂപ് ആന്റണിക്ക് തിരുവല്ലയിൽ മത്സരിക്കാൻ ആഗ്രഹം. ആ ആഗ്രഹം തന്നെ ലോജിക്കലാണ്. കാരണം എന്നാ, തിരുവല്ല BJPക്ക് വിജയസാധ്യതയില്ല. വിജയസാധ്യത ഇല്ലാതിരുന്നൊരു സീറ്റ് ഒരാൾ ആഗ്രഹിക്കുമ്പോൾ അയാൾ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. വിജയസാധ്യതയുള്ള സീറ്റ് ചോദിക്കുമ്പോഴാണ്. ഇപ്പം ഈ ലിസ്റ്റിൽപ്പെട്ട സീറ്റല്ല തിരുവല്ല. ഒരിക്കലുമല്ല. കാരണം തിരുവല്ല BJPക്ക് ശക്തി കേന്ദ്രമേ അല്ല. എന്നിട്ട് പോലും ഞാൻ അനൂപിനോട് ചോദിച്ചു, അനൂപ്, കാരണം കഴിഞ്ഞ തവണ അനൂപ് തിരുവല്ലയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്തു, പക്ഷെ കൊടുത്തത് അമ്പലപ്പുഴയാണ്. അതെ. അപ്പോൾ ഞാൻ അനൂപിനോട് ചോദിച്ചു, അനൂപ്, നിങ്ങൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണല്ലോ, തിരുവല്ലയിൽ തന്നെ ആയിരിക്കും. ചേട്ടാ, അതിപ്പം എനിക്ക് പറയാൻ പറ്റുമോ? കാരണം ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ല തീരുമാനിക്കുന്നത്, ജനറൽ സെക്രട്ടറി അല്ല തീരുമാനിക്കുന്നത്. തിരുവല്ലയിൽ മത്സരിക്കാൻ അവസരം കിട്ടിയാൽ സന്തോഷം. പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നത് പഴയ പോലെ ആയിരിക്കില്ല ഇത്തവണ. അവർ അത് കൃത്യമായിട്ട് നേതൃത്വം കൃത്യമായി നോക്കി പണ്ടത്തെ പോലെ സമുദായ സംഘടന അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ചുകൊണ്ടൊന്നും കൊടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. വിജയസാധ്യത തന്നെ ആയിരിക്കും. അല്ല, അത് പറയുമ്പോഴും ഞാൻ പറഞ്ഞത് കോൺഗ്രസ് വിജയസാധ്യത വേണം എന്ന് പറയുമ്പോഴും കോൺഗ്രസിൻ്റെ മേൽ വലിയ പ്രഷർ പലപ്പോഴും വരും. എല്ലാ സമുദായ സംഘടന. ഞാൻ രണ്ട് കാര്യങ്ങൾ വളരെ പറയാം. ഈ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ കുറി ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, നിഷാ സോമൻ തെറ്റയിൽ. ഈ നിഷാ സോമൻ സെറ്റിൽ മിടിക്കുക KPCC ജനറൽ സെക്രട്ടറി ആയവരും അവർ KPCC ജനറൽ സെക്രട്ടറി ആയത് എങ്ങനെയാണെന്നറിയാമോ? അങ്ങനെ KPCC ജനറൽ സെക്രട്ടറി ആകാനുള്ള ഒരു രാഷ്ട്രീയ പരിചയമൊന്നുമില്ല. ഇല്ല. ഇവരൊരു 10 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനം സോഷ്യൽ മീഡിയയിലാണ് വന്നത്. മിടുക്കിയൊക്കെയാണ്. പക്ഷെ ഇടുക്കി ജില്ലയിൽ ഇഷ്ടംപോലെ നേതാക്കളുണ്ട്. ഈ ഒരു അവസരം കിട്ടാത്ത ആൾക്കാരുണ്ട്. ഒരിക്കലും MLA ആവാത്ത എത്രയോ പേര് ഒരിക്കലും KPCC ജനറൽ സെക്രട്ടറി ആവാത്ത എത്ര പേരുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഒരിക്കലാകാത്തത്. അപ്പോൾ ഇവരുടെ പേര് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഈ ഫുള്ള് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇവരുടെ പേരില്ല. KPCC ജനറൽ സെക്രട്ടറി ലിസ്റ്റ് പേരേക്കും ഇവരുടെ പേരില്ല. എന്നാൽ ഒരു സംഭവം ഉണ്ടായി. ഈ എന്തോ സാംസ്കാരിക സാഹിത്യം അങ്ങനെ ഒരു പരിപാടിയില്ല ഇവർക്ക്, കോൺഗ്രസിൻ്റെ ഈ സംസ്കാര സാഹിതിയുടെ ഇടുക്കി ജില്ലയിലൊരു ഭാരവാഹിയായിരുന്നു ഇവർ, പ്രസിഡൻറ്റോ സെക്രട്ടറിയോ കണ്ടാണ്. അപ്പോൾ അടുത്ത പുതുക്കൽ വരുന്നു. പുതുക്കൽ വരുമ്പം അവരെ ആ തസ്തികന്ന് മാറ്റുമ്പോൾ ഇവർ വിചാരിച്ചു, സാഹിത്യക്കാർ വിചാരിച്ചു, ചിത്രങ്ങൾ അവർ ഇതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എന്തോ ഒരു പദവി കൊടുത്ത് വെച്ചേക്കാന്ന് വെച്ചു. പറഞ്ഞേ അതെനിക്ക് വേണ്ട, ഞാൻ KPCC ജനറൽ സെക്രട്ടറി ആവുമെന്ന് പറഞ്ഞു. ഇവരെല്ലാം ഞെട്ടിപ്പോയി. ഏതേ അവർക്ക് ഈ സാംസ്കാരിക സാഹിതിയുടെ പദവിയൊന്നും വേണ്ട, ഞാൻ KPCC ജനറൽ സെക്രട്ടറി. അപ്പം ഇവരന്വേഷിക്കുമ്പം KPCC ജനറൽ സെക്രട്ടറി ലിസ്റ്റിൻ്റെ 7 അയൽപക്കത്തോലും ഇവരില്ല. അപ്പം ഈ മഹിളാ കോൺഗ്രസിൻ്റെ മറ്റു ലിസ്റ്റ് കൊടുക്കാനായിട്ട് ജെബി മേത്തറാണ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ജെബി മേത്തറിൻ്റെ ലിസ്റ്റ്. പക്ഷെ അവസാന നിമിഷമായപ്പോഴത്തേക്കും KC വേണുഗോപാൽ ജെബി മേത്തറെ വിളിച്ചിട്ട് പറയുന്നു ഇവരുടെ പേരുകൾ ഉൾപ്പെടുത്താൻ. അപ്പം ജെബി മേത്തർ ഞെട്ടിപ്പോകുന്നു. കാരണം ഇവരെക്കാൾ സീനിയർ ആയിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. മഹിളാ കോൺഗ്രസിലുണ്ട്. മഹിളാ കോൺഗ്രസ് ഇവരെ എങ്ങനെ ഉൾപ്പെടുത്തും? അവർ പറഞ്ഞാൽ അങ്ങനെ ശരിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ചങ്ങനാശ്ശേരി മെത്രാൻ്റെ പ്രഷർ കൂടുതലാണെന്ന് പറഞ്ഞു. ചങ്ങനാശ്ശേരി മെത്രാൻ അതിശക്തമായി പ്രഷർ ചെയ്യുന്നു. ചങ്ങനാശ്ശേരി മെത്രാൻ പ്രഷർ ചെയ്ത് കഴിഞ്ഞപ്പം ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട് ഇവർ 15 പേരുടെ ഇങ്ങോട്ട് കൊടുത്തതിൻ്റെ അത് 16ാമത്തെ കൊടുത്തത്. പക്ഷേ 16ാമത്തെ ആളെ കയറി എന്ന് പറഞ്ഞവർ. അപ്പം ഇവർ ആ പദവിയിലെത്തി. അങ്ങനെയാണ്. അതിനുശേഷം അവർ ജില്ലാ കൗൺസിലിലേക്ക് വന്നു, അല്ല നഗരസഭയിലേക്ക് മത്സരിച്ചു, ജയിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രഷറും വന്നു. അവിടെ അതിനേക്കാൾ സീനിയർ ആളുകളുണ്ട്, പ്രഷറായി. അവസാനം എന്ത് ചെയ്ത് അവിടുത്തെ കോൺഗ്രസ്സുകാർ പണി കൊടുക്കുന്നു, ലീഗുകാർ. അതല്ല രസം, അവിടെ തീരുന്നില്ല രസം. അവിടുത്തെ ഒരു കൗൺസിലർക്ക് പോലും ഇവരെ താല്പര്യമില്ല കോൺഗ്രസ്സുകാർ. അവർ കാര്യം ചെയ്തു, ആദ്യത്തെ 2 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ആവുമല്ലോ. അപ്പോൾ അവിടെ ലിറ്റി എന്ന് പറയുന്ന വേറെ നേതാവ് അവരായിരിക്കും എന്ന് എഴുതി വെച്ചു. അതവിടെ CP മാത്യു ആണ് DCC പ്രസിഡന്റ്, എഴുതി വെച്ചു. അതായത് ഇതിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്. അപ്പം ഈ ഇൻഫ്ലുവൻസ് ഇപ്പം ദീപ്തി മേരി വർഗീസിനെ എങ്ങനെ വെട്ടി? ദീപ്തി മേരി വർഗീസിനെ വെട്ടാൻ ലത്തീൻ സഭയുടെ സ്വാധീനമുണ്ട്. അതിന് നമ്മുടെ ഹൈബിയുള്ള പോലുള്ള ആളുകൾ കൂടും. ഹൈബി മാത്രമല്ല, ഡൊമിനിക് കുറേ പേരുണ്ടല്ലോ. അപ്പം ഈ അവസാന നിമിഷം ഈ സമുദായ പ്രഷറിനെ താങ്ങാനായിട്ട് ഇപ്പം സുമാരനാർ കീ പോസ്റ്റ് എന്ന് പറഞ്ഞ് ബഹളം വെച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? സുമാരനാർക്ക് പിന്നെ അങ്ങനെ പുള്ളിയുടെ നായരാവണം നിർബന്ധമൊന്നുമില്ലെന്ന് തോന്നുന്നു. പുള്ളിക്ക് പുള്ളിയുടെ ഇതാന്ന് തോന്നുന്നു, അറിയില്ല. നായരാവണം പുള്ളിയുടെ രീതിയിലാണ്. വളരെ വേണ്ടപ്പെട്ട. ഇന്നലെ അങ്ങനെ പോലും അവിടെ കയറ്റിയില്ലെന്ന് പറയുന്നു.
നമ്മുടെ ആനന്ദ ഗവർണറെ അതെ അതെ അത് പുഷ്പാർച്ചന അത് പിന്നെ സാക്ഷാൽ മന്നത്തെ ആചാര്യൻ്റെ പേരക്കുട്ടിയായ ഡോക്ടർ ബാലശങ്കർ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, നമ്മുടെ വളരെ അടുത്ത കുടുംബ സുഹൃത്തായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരനും അവിടെ ചെന്നിട്ട് ഈ അവിടെ പ്രണാമം അർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം. അത് മാടമ്പി സ്വഭാവം ഉണ്ടോ എന്ന് തോന്നുന്നു. അല്ല, എനിക്ക് ഞാൻ അവിടെ പോയിട്ടില്ലാത്തെന്ന് തോന്നുന്നതാണ്. അവിടെ അത് പൂട്ടിയിരിക്കണം തുറക്കത്തുള്ളൂ. മറ്റുള്ള മാരഥന്മാരുടെ എല്ലാവരും പോയി കാണാം. ഇത് കാൾമാർക്സിന്റെ അവിടെ പോലും നമ്മൾ പോയി കാണാം. അവിടെ ആരും നിയന്ത്രണമില്ല. ശിവേരിയിലാണെങ്കിലും പന്മന ആശുപത്രി എല്ലായിടത്തും അവരുടെ പ്രശ്നമേ ഇല്ല, എല്ലായിടത്തും പോവാം. എനിവേ, അപ്പൊ ഇത്തരത്തിലുള്ള ഈ സമുദായ നേതാക്കളുടെ സമ്മർദ്ദത്തെ കോൺഗ്രസ് അതിജീവിക്കുമെന്നുള്ളതാണ്. അത് പക്ഷേ ലിമിറ്റഡ് ആയിരിക്കും. അതെ. അപ്പം ഞാൻ പറഞ്ഞു, പക്ഷേ ഈ രാഹുൽ ഈശ്വരനെ പരിഗണിച്ചു എന്ന് പറയുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ. ഞാൻ പറഞ്ഞ അത്ര ഒരു സ്വാധീനമുണ്ടോ? മാത്രമല്ല സ്ത്രീകളുടെ എതിരായ ഒരു സാധനം ഉണ്ടാവത്തില്ല, വലിയ തോതിലുണ്ടാവില്ല, ഉറപ്പാണല്ലോ. ഈ രാഹുൽ ഈശ്വറിന്റെ ഈ ജാമ്യം പോലും തർക്കത്തിലാണ്. ഇപ്പം വീണ്ടും പ്രശ്നമായിരിക്കുകയാണല്ലോ. വീണ്ടും ആ കുട്ടി കളിയാക്കിക്കൊണ്ട് പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞാൽ വീണ്ടും പരാതി. ഞാൻ രാഹുൽ ഈശ്വരനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കുന്നതിലോ അല്ലെങ്കിൽ ദിലീപിനെ പിന്തുണയ്ക്കുന്നതിലോ ഒന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ രാജ്യത്ത് എല്ലാവരും ഇരകളെ തന്നെ പിന്തുണയ്ക്കണമെന്നില്ല, പ്രതികളെ പിന്തുണയ്ക്കുകയോ ചെയ്യാം. പക്ഷേ എന്തിനാണ് രാഹുൽ ഈശ്വരനെ പിന്തുണയ്ക്കുന്നതിന് പേരിലോ അല്ല എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന പേരിലോ ദിലീപിനെ പിന്തുണയ്ക്കുന്ന പേരിലോ ഇരകളെ അധിക്ഷേപിക്കുന്നത്? രാഹുൽ പറഞ്ഞത് ഞാൻ പേര് പറഞ്ഞിട്ടില്ല, പേര് പറയാതെ ചുറ്റിക്കെട്ടി രാഹുൽ അധിക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ രാഹുൽ പറഞ്ഞത് അപകടമാണ്. മാത്രമല്ലേ, ഈ നമ്മുടെ ലോജിക്കല്ല കോടതിയുടെ ലോജിക്ക്. അത് ഇവർ പലപ്പോഴും ചിന്തിക്കാറില്ല. ഈ ബാക്കിയുള്ളവരെല്ലാം വെളി നിൽക്കുക, രാഹുൽ അകത്തുപയോഗം ചെയ്തത് ഇതിൻ്റെ ഒരു ഇപ്പോഴും രാഹുൽ ഈശ്വരന് പിടിയിട്ടിട്ടില്ല. രാഹുൽ ഈശ്വരനോട് ജാമ്യം കൊടുക്കുമ്പോൾ കോടതി പറഞ്ഞിരുന്നു, എന്തെങ്കിലും പരാതി കിട്ടിയാൽ ഞാനത് റദ്ദാക്കും. ഈ പരാതി അവർ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യും. പ്രോസിക്യൂഷൻ ഈ രാഹുൽ ഈശ്വർ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ജാമ്യം റദ്ദാവും. യഥാർത്ഥത്തിൽ അയാൾ അകത്ത് കിടക്കേണ്ട ഒരാളൊന്നുമല്ല. കാരണം ഈ പറയുന്ന അതെ, പക്ഷേ ഈ സിസ്റ്റത്തെ ബഹുമാനിക്കാൻ പഠിക്കും. അതാണ് പ്രത്യേകിച്ച് കോടതി സിസ്റ്റം. ഞാൻ പറഞ്ഞു, നമ്മുടെ കയ്യിൽ എത്രയോ കേസുകളുണ്ട്. നമ്മുടെ കേസിൽ സർക്കാർ പോലും ജാമ്യവ്യവസ്ഥ റദ്ദാണെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും നിയമം ലംഘിക്കാറില്ല. പറയുന്നത് നിയമവ്യവസ്ഥ കൃത്യമാണോ അത് പാലിക്കും. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അപ്പം കോടതി ചില കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കണം. ഞാൻ പറഞ്ഞു, എൻ്റെ SC/ST കേസിൽ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചു. യഥാർത്ഥത്തിൽ അത് നിലനിൽക്കത്തില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ സെഷൻസ് കോടതിക്കെതിരെ ഹൈക്കോടതിക്കെതിരെ പറഞ്ഞിട്ടില്ല. നമ്മൾ സുപ്രീം കോടതി പോയി ജാമ്യം മേടിച്ചു, നമ്മളാണ് ശരിയെന്ന് തെളിയിച്ചു. അതിന് പകരം കഴിഞ്ഞ ദിവസം രാഹുലും ഭാര്യയും കൂടി ഒരു അഭിമുഖം എവിടെയോ കൊടുത്തിരിക്കുന്നത് ഞാൻ കണ്ടു. രാഹുലൊക്കെ പറയുന്നത് ശരിയല്ല, കോടതി നടപടി ശരിയല്ല എന്ന്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് രാഹുൽ ഈശ്വറിന് ദോഷം ചെയ്യും. അപ്പോഴാണ് രാഹുൽ ഈശ്വറിനെ ഇവരെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പറഞ്ഞ് തന്നെ അത്ഭുതം. എനിക്ക് മനസ്സിലാകാത്ത എപ്പോഴും ഒരു കാര്യം, ഇവരൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ UDFിൻ്റെ ഭാഗമാരൊക്കെ ചേർന്നുണ്ട്. ഇവർക്കെല്ലാം കൂടി എത്ര സീറ്റ് കൊണ്ട് കൊടുക്കും ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് സീറ്റ് കൊടുത്താൽ പോലും തീരാത്ത രീതിയിൽ നേതാക്കന്മാർ അവിടെ ഉണ്ട്. ഈ ആകപ്പാടെ കോൺഗ്രസ് ചെയ്യാൻ പോകുന്നൊരു കാര്യം, സിറ്റിംഗ് സീറ്റിൽ ഓൾമോസ്റ്റ് എല്ലാവരോടും മത്സരിച്ചോളം പറയും. എല്ലാവരോടും എന്ന് പറയാൻ പറ്റത്തില്ല. പെരുമ്പാവൂരിന്റെ കാര്യത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും പ്രശ്നമുണ്ട്. പക്ഷേ ഏറ്റവും അധികം ഒരു വെള്ളം കുടിക്കാൻ പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലാണ്, പാലക്കാട്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ സ്വാധീനമാണ് അവിടെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് CPM-ഓ BJP-ക്കാരോ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിനകത്ത് കോൺഗ്രസ്സുകാർ കാണിക്കുന്ന അമിതാവേശം ജനങ്ങൾ അതിനെതിരാണ്, സ്വാഭാവികം. അപ്പോൾ ഈ രാഹുലിന് അവിടെയുള്ള സ്വാധീനം നമ്മൾ കരുതുന്ന ഈ ഒരൊറ്റ കൊല്ലം കൊണ്ട് രാഹുൽ പാലക്കാട് മണ്ഡലത്തെ കയ്യിലെടുത്തു. അവിടുത്തെ ആളുകളൊക്കെ രാഹുൽ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. വാസ്തവത്തിൽ കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കുകയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആരോപണം നിലനിൽക്കത്തില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തി. ഇത് ബലാത്സംഗമല്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തി. അയാൾ അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനാണ്. പരസ്പര സമ്മതത്തോടുകൂടി അയാൾക്കൊരു ബന്ധമുണ്ടെങ്കിൽ അത് കുഴപ്പമില്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തിയ സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മത്സരിക്കാൻ അനുവദിക്കേണ്ട ബാധ്യതയാണ് കോൺഗ്രസ് പാർട്ടി. ജനങ്ങളുടെ പൾസ് അങ്ങനെയാണ്. ഇപ്പോഴും നോക്കൂ, ഒരു പോസ്റ്റ് ഇടുമ്പോൾ, നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുമ്പോൾ അതിന് കിട്ടുന്ന ലൈക്ക് നോക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്ന ലൈക്ക് മറ്റാർക്കും കിട്ടുന്നില്ല. ഞാൻ ഈ ലൈക്കിൻ്റെ കഥ പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയണം. എൻ്റെ ഇന്നലെ ഒരു ലൈക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മുടെ ചിന്താ ജെറോം നമ്മുടെ വെനസ്വേലയിലെ വിഷയത്തിനെ കുറിച്ച് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് 20, ഞാൻ നോക്കുമ്പോൾ 20,000 ലൈക്ക്. ഞാൻ കൊള്ളു, ഈ ചിന്താ ജെറോം ഇത്ര സാധ്യത. ഞാനത് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ 16,000 ലൈക്കും പരിഹാസമാണ്, ഈ കളിയാക്കലാണ്. ജനങ്ങൾക്ക് ഇതാണ് ചോദിച്ചത്. കമൻറ്റുകൾ ബഹുരസം.
അവിടെയാണ് രാഹുൽ ഈശ്വറിനുള്ള വലിയ പിന്തുണ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ താല്പര്യം നോക്കിയാണ് കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി നിർണയം എടുക്കുന്നതെങ്കിൽ, ഞാൻ രാഹുൽ ഈശ്വറിൻ്റെ കാര്യം പറഞ്ഞത്, എങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തെയാണ് പരിഗണിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നിന്നയാളാണ്. അതെ, ആ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കാതെ രാഹുൽ ഈശ്വറിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് പിടികിട്ടിട്ടില്ല അതിൻ്റെ ലോജിക്ക്. അത് ആരാണ് ഈ ലോജിക്കിന് പിന്നിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ UDF ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണല്ലോ ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ട. അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടില്ല. ഇത് രാഹുൽ ഈശ്വർ രാജ്മോഹൻ അവിടെ സീറ്റ് കൊടുത്തില്ലെങ്കിൽ വലിയ തിരിച്ചടി പാലക്കാട് കോൺഗ്രസ് ഉണ്ടാവും. കാരണം പാലക്കാട് രണ്ടാമത്തെ പാർട്ടി BJP ആണ്. അവിടെ പാലക്കാട് BJPയിലേക്ക് പോവാതിരിക്കുന്നത് ഒന്ന് ഷാഫി പറമ്പിലായിരുന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് ശ്രീധരൻ മത്സരിച്ചിട്ട് പോലും പാലക്കാട് കോൺഗ്രസ് ജയിച്ച് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ മാറിക്കഴിയുമ്പോൾ ആ പാലക്കാട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പത്തനംതിട്ടയിൽ ആറന്മുളയെ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടവനാണ് അങ്ങോട്ടത്. അവനെ അവിടെ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി അവൻ പാലക്കാടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി. അവിടുന്ന് അവനെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ വെച്ചാൽ അവനോട് കാണിച്ചിരിക്കുന്ന അനീതിയാണെന്നുള്ള വികാരം പാലക്കാടുകാർക്കൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂട്ടിയെത്തില്ല. നമ്മുടെ സന്ദീപ് വാര്യരോട് മത്സരിക്കാൻ പറയുന്നുണ്ട്. സന്ദീപ് ഒഴിഞ്ഞു മാറുക. സന്ദീപിനറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ പിണക്കി അവിടെ മത്സരിച്ച് തോറ്റുപോകും. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ അദ്ദേഹത്തിന് പറ്റിയത് തവന്നൂർ പോലെയുള്ള സുരക്ഷിത ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മണ്ഡലം തവന്നൂരാണ്. സന്ദീപ് വാര്യർ തവനൂർ മത്സരിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള തവനൂരാണ്. ഇനി തൃശ്ശൂർ പരീക്ഷിക്കാമല്ലോ. തൃശ്ശൂർ അസംബ്ലി സീറ്റ് എത്രയോ കാലം കോൺഗ്രസിന്റെ കൈവശം ഉണ്ടായിരുന്നതാണ്. കോൺഗ്രസിന് മറ്റൊരു സവർണ ഹിന്ദു നേതാവ് അവിടെ ഇല്ല. അവിടെ എത്രയോ MLA ആയിരുന്നു. ഇപ്പൊ ആരാ ഉള്ളേ? ഇപ്പൊ അവിടെ പറ്റിയ ഒരു സ്ഥാനാർത്ഥി അവിടെ ഇല്ല. അവിടെ ഒരു സവർണ ഹിന്ദു സ്ഥാനാർത്ഥി നിർത്തേണ്ട സീറ്റാണ്. അതെ, മറ്റ് സ്ഥാനാർത്ഥിയില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടി വിസമ്മതിച്ചാൽ ആ സീറ്റ് അവർക്ക് ഇഷ്ടപ്പെടും. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചാൽ മാത്രമേ, മത്സരിച്ചാൽ മാത്രമേ സീറ്റ് കിട്ടാൻ പറ്റൂ. ഇനി അല്ലെങ്കിൽ ഷാഫി വരണം. ഷാഫി പെട്ടെന്ന് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് പോയിട്ട് അങ്ങനെയാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഷാഫി വരവ് നടക്കത്തില്ല. അപ്പം കോൺഗ്രസ് പാർട്ടി ഇപ്പോഴെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി രാഹുൽ മാങ്കൂട്ടത്തെ എതിർത്തത് മുഴുവൻ കുറേ സോഷ്യൽ മീഡിയയിൽ ഒരു ആൾക്കാരാണ്. ഇത് തന്നെയാണ് മറുനാടൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധമാണെന്ന് കുറച്ച് പേരങ്ങ് പറയുന്നു, ബഹളം വെക്കുന്നു. ആ മുസ്ലിം വിരുദ്ധമാണെന്നുള്ള ഫീലിൽ ഇവരിരിക്കുന്നു. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം വലിയ കുഴപ്പക്കാരെന്ന് കുറച്ച് പേര് പറയുന്നു. അവരത് ഏറ്റുപറഞ്ഞു. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പൾസ് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് തിരിച്ചത്. ഇപ്പം പാലക്കാട് UDF പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വെക്കണം. BJPയുടെ സ്ഥാനാർത്ഥി ആരാവും എന്നൊരു പ്രശ്നമുണ്ട്. കൃഷ്ണകുമാറിന്റെ പേര് നമ്മൾ ആദ്യം പറഞ്ഞ് കേട്ടില്ലേ ദിവസങ്ങളിലൊക്കെ തന്നെ. കൃഷ്ണകുമാർ മലമ്പുഴയാണെന്നാണ് പറയുന്നത്. മലമ്പുഴയിലെ മലമ്പുഴയാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയത്. അപ്പോൾ കൃഷ്ണകുമാറിന് പറ്റിയ മണ്ഡലം മലമ്പുഴയാണ് എന്നാണ് പറയുന്നത്. കൃഷ്ണകുമാർ ഭയങ്കരമായ ഫെയിലിയർ ആയതുകൊണ്ട്. അപ്പോൾ BJPയുടെ ഒരു പ്രോബ്ലം പാലക്കാട് ഈ നല്ല സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ്. ഈ ശ്രീധരൻ്റെ പ്രായം കഴിഞ്ഞു. ഇപ്പോൾ ഈ ശ്രീധരനായിരുന്നെങ്കിൽ ജയിച്ചേനെ. പക്ഷേ ആളുടെ പ്രായം കഴിഞ്ഞു പോയി. ഇതിനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഉള്ള ഒരു സാധ്യത അവിടെയാണ് ഈ നമ്മുടെ സുരേന്ദ്രൻ്റെ പേര് പറഞ്ഞ് കേൾക്കുന്നുണ്ട്, പറയുന്നുണ്ട്. സുരേന്ദ്രൻ നല്ല, പിന്നെ സുരേന്ദ്രൻ പറഞ്ഞ നല്ല പ്രശാന്ത് അവിടുത്തെ ഒരു കക്ഷിയുണ്ടല്ലോ, അവിടുത്തെ നിലവിൽ അവിടുത്തെ ജില്ലാ യൂത്ത് യുവജന വിഭാഗത്തിൻ്റെ നേതാവ് ആയിക്കാം, അങ്ങനെയാവാം. അപ്പം ഇവരാര് മത്സരിച്ചാലും ഈ കോൺഗ്രസിനൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഒരു നല്ല സ്ഥാനാർത്ഥി നിർത്താൻ BJPക്ക് കിട്ടാൻ പറ്റും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലാണ് മത്സരിക്കുന്നതെങ്കിൽ പാലക്കാട് BJPക്ക് കിട്ടത്തില്ല. രാഹുലിന് സീറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ നല്ലൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയാൽ അവിടെ ഉറപ്പായിട്ട് കിട്ടും. നല്ല സ്ഥാനാർത്ഥി ആരെയെന്നുള്ളതാണ്. അത് ജനകീയനായ സ്ഥാനാർത്ഥി തന്നെയാണ്, അറിയാവുന്ന നല്ല ഗ്രൂപ്പ്. ഇപ്പം ശോഭാ സുരേന്ദ്രൻ നല്ല സ്ഥാനാർത്ഥിയാണ്, പക്ഷെ ജയിക്കത്തില്ല. കാരണം അവരെല്ലാം കൂടെ ഗ്രൂപ്പ് വെട്ടി ഒതുക്കി കളയും. പ്രത്യേകിച്ച് കൃഷ്ണകുമാർ മലമ്പുഴയെ പോകത്തില്ല, ഇവിടെ തന്നെ നിൽക്കും. ഈ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ ഒരു അഹങ്കാരി അറിയാമല്ലോ, ഭയങ്കര അഹങ്കാരി. അവരുടെ പേര് മിനി കൃഷ്ണകുമാർ. അപ്പോൾ അവരെല്ലാം കൂടി ശോഭാ സുരേന്ദ്രനെ വലിച്ചു വാരി നിലത്തടിക്കും, സംശയമില്ല. അപ്പം ഈ രാഹുൽ ഈശ്വരനും രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ മത്സരങ്ങൾക്കുണ്ടാകുന്ന സാഹചര്യമാണ് സംഭവിക്കാൻ പോകുന്നതാണ് ഇപ്പോഴത്തെ വാർത്തകൾ. നമുക്കറിയില്ല, പക്ഷെ ഒരുപാട് പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരുപാട് താരപരിവേഷമുള്ള പല ആളുടെ പേര് പരിഗണിക്കുന്നത്. ഇപ്പം ബിജു പ്രഭാകരൻ കായംകുളത്തേക്ക് നല്ല സ്ഥാനാർത്ഥിയാണ്. ബിജു പ്രഭാകരൻ നല്ല സ്ഥാനാർത്ഥിയാണ്. കാരണം സത്യൻ്റെ പ്രഭാകരൻ്റെ മകൻ കൂടിയാണ് അദ്ദേഹം. നല്ല മിടുക്കനായ IAS ഉദ്യോഗസ്ഥനായിരുന്നു. KSRTC ഇരുന്ന എല്ലാ പദവികളിലും. സത്യൻ്റെ പ്രഭാകരൻ്റെ മകനാണോ അതോ ദത്തുപുത്രനാണോ? മകനാണ്.
എന്നോട് ഒരാൾ ദത്തുപുത്രൻ. മകനാണ്, ഇതിൻ്റെ മകനാണ്. മിടുക്കനല്ലേ തച്ചടി പ്രഭാകരൻ. നല്ല അദ്ദേഹം വളരെ കുറച്ച് കാലം ധനകാര്യ മന്ത്രി ആയിരുന്നുള്ളെങ്കിൽ പോലും അദ്ദേഹം വളരെ മിടുക്കനായ നല്ല മന്ത്രിയായിരുന്നു. നമ്മുടെ പെരുന്നേന്നുള്ള മറ്റേ ആലപ്പുഴയ്ക്കുള്ള പാലമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ അതൊരു MLA എന്നുള്ളത് അദ്ദേഹം ചെയ്തതാണ് അന്നത്തെ കാലത്ത്. അവിടെ VS-ന്റെ മകനെ നിർത്തുന്നതാണ് വേറൊരു ഭാഗം ഇടദോഷം പറഞ്ഞത്. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നില്ല. നല്ല ജോലിയുള്ളത് രാജ്യത്തിട്ട് ഒന്ന് മാത്രമല്ല, അയാൾക്ക് അതിനോട് പൊളിറ്റിക്കൽ അതിപ്പോൾ എനിക്ക് ബെന്യാമിനെ നിർത്തുമെന്ന് പറഞ്ഞ് മനോരമ ചുമ്മാ അടിക്കുന്നതാണ്. പുണ്യമുകുന്ദനെ നിർത്തുന്നു, BJP നിർത്തുന്നു. ഞാൻ BJP വൃത്തങ്ങളിൽ പോയി അവരാരും പരിഗണിച്ചിട്ടേ ഇല്ലാത്ത പേരാണ് ഉണ്ണിമുകുന്ദൻ. നമ്മൾ എറണാകുളത്ത് ജോലി വെക്കുമ്പോൾ അവിടെ ഒരു സാംസ്കാരിക നായക സ്ഥിര ഇലക്ഷൻ വരെ വിളിച്ചിട്ട് പറയും, ഈ ഇടത് മുന്നണിയുടെ പരിഗണിക്കുന്ന പേരിൽ എൻ്റെയും കൂടെ പേരുകളൊന്നും ഉൾപ്പെടുത്തിക്കണേന്ന്. കാര്യമൊന്നുമില്ല, എൻ്റെ വേറെ കൊടുത്തേക്കണേന്ന് പറയാം. അതുപോലത്തെ രീതികളായിരിക്കും ഇതൊക്കെ. അല്ല, ബെന്യാമൻ നിഷേധിച്ചല്ലോ തൻ്റെ പേരില്ല എന്നുള്ളത് നിഷേധിച്ചു. അല്ല, അതുപോലെ എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ ചോദ്യം വരും. ഇപ്പോൾ ബാബു അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുകൊണ്ട് അദ്ദേഹം മത്സരിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതിന് നമ്മുടെ രമേശ് അദ്ദേഹം പിഷാരടി ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. എത്രത്തോളം പക്ഷേ അവിടെ BJPക്ക് തൃപ്പൂണിത്തുറ നല്ല സ്വാധീനമാണ്. മുനിസിപ്പാലിറ്റി അവർക്ക് കിട്ടി. ഇതിൻ്റെ അകത്ത് ഈ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ പത്രങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊന്നും തന്നെ ഇതൊക്കെ ഈ അതാതിടങ്ങളിലെ ലേഖകന്മാർ അവരുടെ താല്പര്യവും അവരുടെ അടുപ്പക്കാരുടെ താല്പര്യവും, ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി എല്ലാം മത്സരിക്കാൻ താല്പര്യമുള്ളവരും എൻ്റെ പേര് കൂടി പറയണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊരു താല്പര്യമുണ്ട്, ഇരിക്കട്ടെ എന്ന് വെക്കും. ഇങ്ങനെ വരുന്ന പേരുകളല്ലാതെ യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവസാന നിമിഷം അത് ആർക്കും അറിയാൻ പറ്റത്തില്ല. ആരായിരിക്കും കോൺഗ്രസിന്റെ എപ്പോഴും പട്ടി വരാനുള്ള ഞങ്ങൾ തമാശക്ക് അർദ്ധരാത്രി ആയിരിക്കും ലിസ്റ്റ് വരാറുള്ളത്. കാരണം തർക്കം. ഒരു കാര്യം ആലോചിച്ച് നോക്കും, ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശന് ഒരു തവണ പോലും മന്ത്രിയായിട്ടില്ലെന്ന് ഉറപ്പില്ല. ഒരു തവണ പോലും മന്ത്രിയായിട്ട് 2001 മുതൽ MLA ആണ്. അപ്പോൾ 25 വർഷം MLA ആയിട്ട് ഒരു തവണ പോലും മന്ത്രിയായിട്ടില്ല. പക്ഷേ അയാൾ പ്രതിപക്ഷ നേതാവായി മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യേകത. CPM അങ്ങനല്ല. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തെക്കുറിച്ച് പറഞ്ഞ് കേൾക്കുന്ന, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നേതാവിനെ കണ്ടു. നേതാവല്ല, ഒരാളെ കണ്ടു. എൻ്റെ അടുത്തേക്ക് ഒരാളൊന്ന് പരിചയപ്പെടുന്നു, എന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ പരിചയപ്പെടുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. അയാൾ പറഞ്ഞു, ആറന്മുള സീറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഈ വിജയ് ഇന്ദുചേട്ടൻ്റെ പേര് പറഞ്ഞ് നിർത്തണം. ഞാൻ ചെയ്യുന്ന നല്ല പയ്യനല്ലേ, മിടുക്കനല്ലേ? അല്ല, എനിക്കൊരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പേരൊന്നുകൊണ്ട് പറഞ്ഞേ, പളയനോട് പേര് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഞാൻ പേര് പറയണ്ട. ഇങ്ങനെ സീറ്റ് മോഹിച്ച് സഭാ സംവിധാനങ്ങളെ കത്ത് മേടിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ഷോക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ആരാണ് എല്ലാവരും സീറ്റിന് വേണ്ടി, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് നിഷ സോമൻ പീരുമേട് സീറ്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ പീരുമേട് സീറ്റ് ഒരു ഹോട്ട് സീറ്റ്, ഉറപ്പായിട്ടും UDF ഇക്കുറി ജയിക്കുന്ന സീറ്റ്. അതൊരു UDF മണ്ഡലമായിരുന്നു. പിന്നെ മറ്റേ ബിജുമോൾ, എന്താണ് ബിജുമോളെ വന്നു. ഇപ്പം മരിച്ചുപോയ നമ്മുടെ കാനല്ലല്ലോ. അതെ, മറ്റേ വേറെ ആ സീറ്റ് ഇക്കുറി UDF ഉറപ്പാണ്. അപ്പം 2 തവണ തോട്ട സിറിയക് തോമസ് ആണ് ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗസ്റ്റ് പറഞ്ഞ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു പോയി. കട്ടപ്പന 8 നിലയിൽ പൊട്ടിപ്പോയില്ലേ. അതുകൊണ്ട് കട്ടപ്പന ഞാൻ ചെന്നപ്പോൾ ജോയ് വെട്ടുകുഴി മുനിസിപ്പൽ ചെയർമാൻ, എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം എന്താ വെച്ചാൽ 25 കൊല്ലം മുമ്പ് 2001 ഞാൻ ദീപികയിൽ വർക്ക് ചെയ്യുക കട്ടപ്പനയിൽ. ഈ ദീപിക വർക്ക് ചെയ്യുമ്പോഴാണ് ആദ്യമായിട്ട് നമ്മുടെ റോഷി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അതെ, ഇടുക്കിയിൽ. അന്ന് കട്ടപ്പനയിൽ, ഈ കട്ടപ്പനയൊക്കെ ഇടുക്കി വരുന്ന, ഈ കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലം ഇടുക്കി മണ്ഡലത്തിൽപ്പെടുന്ന, അന്ന് അവിടുത്തെ ഏറ്റവും പോപ്പുലറായിട്ട് നേതാവ് ജോയി വെട്ടുക്കുഴി എന്ന് പറയുന്ന ആളാണ്. കാൽനൂറ്റാണ്ട്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ കട്ടപ്പന പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പം ജോയി വെട്ടുക്കുഴി ആയിരിക്കും ഇടുക്കിയിലെ സ്ഥാനാർത്ഥി എന്ന് കരുതിയിരിക്കുമ്പോഴാണ് റോഷിയെ ഇവിടുന്ന് പേരാമ്പ്ര മത്സരിച്ച് തോറ്റ് അടുത്ത കൊല്ലം മാനസറങ്ങോട്ട് വിടും. പാലക്കാരൻ പാലയം തൊഴിൽ ചക്കാമ്പുഴ. റോഷി കൊച്ചു പയ്യനാ സമയത്ത്. റോഷി അവിടെ വന്ന് വലിയ പുകിലാണ്. ആ പുകിലുകൾ സംസാരിക്കാനായിട്ട് എന്നെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. കാരണം ഞാൻ ദീപികയുടെ അവിടുത്തെ ആളാണല്ലോ. ഈ സഭയും സംവിധാനങ്ങളൊക്കെ കൂടി സംസാരിച്ച് വെട്ടുക്കുഴി സാറിനോട് സംസാരിച്ച്, അന്ന് പുള്ളിയെ നമ്മൾ വെട്ടുക്കുഴി എന്ന് പറഞ്ഞാലും വെട്ടുക്കുഴിയോടും അവരോടൊക്കെ സംസാരിച്ച് നമ്മൾ ദീപികയുടെ ഒരു പ്രതിനിധി നിലയിൽ അവിടെ സംസാരിച്ച് ഇവർ ഒതുക്കിയ ഞാൻ. പക്ഷേ പിന്നീട് പുള്ളി അവഗണിക്കപ്പെട്ടു പോയി. പിന്നെ പുള്ളിയുടെ കോൺഗ്രസ് അവിടെ നിന്ന് കേരള കോൺഗ്രസ് വിട്ടു, കോൺഗ്രസ്സിലായി. പിന്നെ പുള്ളിക്ക് അങ്ങനെ വലിയ പദവിയൊന്നും എത്തിയില്ല. ഇപ്പം
എനിക്കൊന്ന് അതിൻ്റെ ഇടയ്ക്ക് കട്ടപ്പന പഞ്ചായത്ത് ഇപ്പോൾ വീണ്ടും കട്ടപ്പന മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റിയാണ്. ഞാൻ ഇത്തവണ കട്ടപ്പന മുനിസിപ്പാലിറ്റി ജോയി വെട്ടിക്കുഴിക്ക് അഭിവാദ്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അപ്പം വീണ്ടും ചെയർപേഴ്സൺ ആയിരിക്കുന്നു. അപ്പം ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞു വരുന്നത് കോൺഗ്രസിൽ എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാവും. അവസാന നിമിഷം വരാൻ പറ്റും. ഉദാഹരണത്തിന് 71 പാർലമെന്റ് ഇലക്ഷന് വടകര സീറ്റിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ലീലാ ദാമോദര മേനോനാണ്. ചെവരൊരു എഴുതി. അപ്പോഴാണ് ഡൽഹിയിൽ നിന്ന് അടുത്ത മെസ്സേജ് വരുന്നത് KP ഉണ്ണികൃഷ്ണൻ സ്ഥാനാർത്ഥി. ഈ ഉണ്ണികൃഷ്ണൻ ആരാണെന്ന് പോലും അവിടെ താളെ കറഞ്ഞു വിടുകയായിരുന്നു. മാത്രമല്ല അത് ഡൽഹിയിലായിരുന്നല്ലോ അദ്ദേഹം. ഉണ്ണികൃഷ്ണൻ ജയിച്ചു എന്നുള്ള വേറെ കാര്യം. എങ്കിൽ പോലും നല്ല ആളായിരുന്നു, നല്ല മന്ത്രി. മാലയത്ത് സരളാദേവി എന്നൊരു കക്ഷിയിലായിരുന്നു. അവർ അറമുളയിൽ ആദ്യ ശിവാസനാരെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. മാറ്റി അന്ന് 2-3 പേരെ മാറ്റി ഇതുപോലെ ഈ കരുണാകരൻ്റെ ഇടപെടലില്. അല്ല, ഈ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ കോൺഗ്രസ് പാർട്ടിയിലെ പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, ഇവരുടെ ഈ വയനാട്ടിലെ ഈ യോഗം വളരെ പോസിറ്റീവായിരുന്നു. നമ്മൾ ആ യോഗത്തിൻ്റെ വാർത്തകൾ കേൾക്കുമ്പോൾ അവിടെ ഒരു അച്ചടക്കം, പതിവില്ലാത്ത ടെമ്പോ നിലനിർത്തിക്കൊണ്ട് പോകണം. അവിടെ പരസ്പര ഒരു ധാരണയുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയത്തെക്കുറിച്ച് കൃത്യമായ ചില മുൻവിധികളും ധാരണകളും നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പേര് ഞാൻ പറഞ്ഞു കേട്ടത് അഖിൽ മാരാറിൻ്റെ പേരാണ്. കൊട്ടാരക്കരയിൽ അയാളുടെ പേര്. അതിൽ സാധ്യത ഇല്ലാഴുകയില്ല. സോഷ്യൽ മീഡിയ വളരെ സ്വാധീനമുള്ള ആളാണ്. പിന്നെ എനിക്ക് ഇത്രേ ഉള്ളൂ, ഈ അഖിൽ മാരാർക്കും നമ്മുടെ BJPയിലെ കൃഷ്ണകുമാർക്കും ഒക്കെ ഉള്ള ഒരു കുഴപ്പം ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, രണ്ടും മിടുക്കരാണ്, ആത്മാർത്ഥമുള്ളത്. പക്ഷേ ഇവർ രണ്ടുപേരുടെയും ഈ പോഷ് ലൈഫ് അവർ വെളി കാണിക്കുന്നുണ്ട്. എത്ര പോഷ് നിങ്ങളാണെങ്കിലും ഈ പോഷ് ലൈഫ് വെളി കാണിക്കുന്ന ആളുകളോട് ജനം കാണുന്നല്ലാതെ അവർ കൂട്ടുചേർന്ന് പടി കാണിക്കും. അത് നമ്മുടെ നാട്ടിലെ പല നേതാക്കന്മാർക്ക് ഇപ്പോഴും അറിയില്ല അത് അവർക്ക്. ഈ മറ്റേ ജോസ് കെ മാണിയുടെ ഭാര്യയുടെ ഒരു കുഴപ്പം അതാണ്. ഈ നമ്മൾ പോഷ്, മാത്യു കൊഴുനാടൻ പോഷാണ്, പക്ഷെ ഒരിക്കലും പോഷ് കാണിക്കാറില്ല. അല്ല, അതിന്റെ ബെൻസാറും നമ്മൾ കണ്ടിട്ടില്ല, ആരും വന്നിട്ടില്ല. പോഷ് കാണിക്കും. ജനിച്ച ആളാണെങ്കിൽ പോലും മാത്യു കൊഴുനാടൻ വളരെ സിമ്പിളായി തന്നെയാണ് എപ്പോഴും നമ്മൾ കാണപ്പെടുന്നത്. അപ്പോൾ അഖിൽമാരുടെ പേരോട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എനിക്കിതിലൊക്കെ എനിക്ക് മതിപ്പുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ജ്യോതികുമാർ ചാമക്കാല. ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ഒരു സീറ്റ് കിട്ടുന്നു. 25,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു സീറ്റിലാണ്. അവിടെ 15,000 കുറച്ച് അയാൾ. ഓർക്കണം, പിണറായി തരംഗം ആഞ്ഞു വീശിയപ്പോഴും. എന്നിട്ട് അയാൾ 5 കൊല്ലം അവിടെ പ്രവർത്തിച്ചു. നമ്മുടെ മറ്റ് പല നേതാക്കൾക്കും കഴിയാത്തത്. അപ്പം ജോസഫ് വാഴയ്ക്കൻ്റെ കാര്യം എടുക്കുക, നല്ല നേതാവാണ്, എനിക്ക് ദീർഘകാലത്തെ ബന്ധമുണ്ട്. പക്ഷേ വാഴയ്ക്കൻ്റെ കുഴപ്പം എന്ന് വെച്ചാൽ ഒരു സീറ്റ് തോറ്റു കഴിഞ്ഞാൽ അവിടേക്ക് തിരിച്ചു പോകത്തില്ല. കാഞ്ഞിരപ്പള്ളി ഇപ്പോൾ പണ്ട് മത്സരിച്ചു, തോറ്റുപോയി, പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. മൂവാറ്റുപുഴ പോയി ജയിച്ചു, അവിടെ നിൽക്കുന്നതിന് പകരം വാഴയ്ക്കൻ തിരുവനന്തപുരത്ത് വന്ന് ഭൂരിപക്ഷം തോറ്റുപോയി. ഇനി തോറ്റാൽ അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? അടുത്ത വശം സീറ്റ് കിട്ടാതെ പോയി. CR മഹേഷ് ഏറ്റവും വലിയ ഉദാഹരണമാണ്. CR മഹേഷാണ് ഏറ്റവും ടിപ്പിക്കൽ. 35,000 വോട്ട്. അത് കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ CPIയുടെ സീതിവാര എത്രയോ പേര് തിരുവനന്തപുരത്ത് സീതിവാരോടൊപ്പം മത്സരം ജയിച്ചിട്ടുണ്ട്. അല്ല, CR മഹേഷിൻ്റെ ആ ഒരു, ഞാൻ പറഞ്ഞത് അതിനകത്ത് വേറെ പ്രശ്നമുണ്ട്. CR മഹേഷൻ 2016 നേരിയ വോട്ടുകൾക്ക് തോക്കും. തോറ്റത് അവസാന നിമിഷം ഈ യുവമാരുടെ ഒരു കള്ളപ്രചരണം മൂലമാണ്. പുള്ളിയുടെ ഏതൊരു പോസ്റ്റം കണ്ടിട്ടുണ്ട് പുള്ളി സംഘിയാണെന്ന് അടിച്ചു. അത് മുസ്ലിം പോപ്പുലേഷൻ വോട്ടെല്ലാം അങ്ങോട്ട് തിരിച്ചു കുത്തി. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി ഇയാൾ അങ്ങനെ അല്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് പ്രായശ്ചിത്തം എന്ന നിലയിൽ കരുനാഗപ്പള്ളിയിലെ മുസ്ലിം വോട്ടുകൾ മുഴുവൻ കൂട്ടത്തോടുകൂടി യഥാർത്ഥത്തിൽ ഈ മുസ്ലിം വോട്ടിൻ്റെ മൂവ്മെൻറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ബാധിക്കും എന്നത് കണ്ടെത്താനുള്ള ടിപ്പിക്കൽ ഉദാഹരണമാണ് കരുനാഗപ്പള്ളി. കാരണം കരുനാഗപ്പള്ളിയിൽ എങ്ങനെയാണ് ഈ 30,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് ആ മുസ്ലിം വോട്ട് ഒരുമിച്ച് നിന്നാൽ അവർക്കായിരിക്കും വിജയം. ഇത് കണ്ടിട്ടാണ് ഇവരെ രാഹുൽ ഈശ്വറിനെ എടുക്കാം, പക്ഷെ നമ്മളോട് മിണ്ടരുത് എന്ന് പറയുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനും അത്, കാരണം ഈ മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ പിന്തുണയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനും. കാരണം ഷാഫി പറമ്പിൽ ഇപ്പം ഒരു കാര്യം ഞാൻ പറയാം, ഇവരിത് വേണ്ടതുപോലെ ചെയ്തിരിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പോയി മത്സരിക്കാൻ തീരുമാനിച്ചാൽ ഒരു 15,000-20,000 വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിക്കും. പിന്നെ തീർന്നില്ലേ? 20,000 വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചാൽ പുറത്ത് പോയി BJP ജയിച്ചു. അത്തരമൊരു സാഹചര്യം ഇവരുണ്ടാക്കത്തില്ലെന്ന് കരുതാം. കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എൻ്റെ അടുത്ത് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞാൽ നമ്മൾ തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്തെങ്കിലും ഒരു അലമ്പാണ്. അപ്പോൾ നമ്മൾ ഇടപെടും, അങ്ങനെ അല്ലോ, നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്ത് ഇങ്ങനെ അല്ലോ എന്ന് പറയുമ്പോൾ ഇത് കോൺഗ്രസ് പാർട്ടിയിൽ ഇവിടെ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്നാണ് നമ്മുടെ വലിയ നേതാക്കന്മാർ പറയാറുള്ളത്. ആ ആറ്റിറ്റ്യൂഡ് ആദ്യം അങ്ങ് മാറ്റണം. എന്തായാലും 85 സീറ്റെങ്കിലും നേടുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. ഇതുവരെയുള്ള അവരുടെ രീതി വെച്ച് നോക്കുമ്പോൾ വലിയ തരക്കേടില്ലാത്ത പ്രകടനമാണ്. BJP അവരുടേതായ രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. CPM-നെ എങ്ങനെ പിടിച്ചു നിൽക്കണം എന്നറിയാത്ത അവസ്ഥയുണ്ട്. പക്ഷേ ഈ രാഹുൽ ഈശ്വറും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാക്കി ആ തീരുമാനത്തിന് മുമ്പോട്ട് പോയാൽ മാത്രമേ അടിയന്തരമായി ഇവരുടെ ഇപ്പോഴത്തെ ഈ പദ്ധതിയിൽ അത് കൃത്യം മുന്നോട്ട് കൊണ്ട് പോവുക. ഇപ്പോഴത്തെ ഈ അടുത്തൊരു തീരുമാനം നന്നായി ഭംഗിയായിട്ട് മുഖ്യമന്ത്രി എന്നൊക്കെ രണ്ടാമത് ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഒരുമിച്ച് പ്രവർത്തിച്ച് ഭരണം
നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ സന്തുഷ്ടരായിരിക്കും. കാരണം ഈ കാരണഭൂതൻ്റെ ഭരണം അവസാനിക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. നന്ദി.